അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ് എന്താണെന്നും ഇതിലെ ലിക്വിഡേറ്റർ എന്താണെന്നും രണ്ട് ടൈപ്സ് ഓഫ് വൈൻഡിങ് അപ്പ് എന്താണെന്നും ലിക്വിഡേറ്റേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ് എന്താണെന്ന് നോക്കാം, അഥവാ ലിക്വിഡേഷൻ എന്താണെന്ന് നോക്കാം. ലിക്വിഡേഷൻ ഈസ് എ ലീഗൽ പ്രൊസീജിയർ ബൈ വിച്ച് ദ കമ്പനി കംസ് ടു ആൻ എൻഡ്. അതായത് ഒരു കമ്പനി അത് അടച്ചുപൂട്ടുന്ന സമയത്ത് അതൊരു ലീഗൽ പ്രൊസീജിയറിലൂടെ കടന്നു പോകും. ഈ ലീഗൽ പ്രൊസീജിയറാണ് ലിക്വിഡേഷൻ. ഈ ലിക്വിഡേഷൻ എന്ന പ്രൊസീജിയറിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പനി അടച്ചുപൂട്ടുന്ന സമയത്ത് അതിൻ്റെ അസറ്റ് എല്ലാം സെല്ല് ചെയ്യുകയും എന്നിട്ട് ഈ സെല്ല് ചെയ്ത് കിട്ടുന്ന പൈസക്ക് നമ്മൾ ലൈബിലിറ്റീസ് എല്ലാം പേ ഓഫ് ചെയ്യും, കൊടുത്തു തീർക്കുകയും ചെയ്യുന്നു. ഇതാണ് ലിക്വിഡേഷനിൽ നടക്കുന്നത്. ഇനി ഈ ലിക്വിഡേഷൻ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി ഒരാളെ അപ്പോയിൻ്റ് ചെയ്യും. ആ അപ്പോയിൻ്റ് ചെയ്യുന്ന ആളുടെ പേരാണ് ലിക്വിഡേറ്റർ. അപ്പോൾ നമുക്ക് ലിക്വിഡേറ്ററിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ, അവർ ഈ അസറ്റുകളെല്ലാം സെൽ ഓഫ് ചെയ്തിട്ട് ലൈബിലിറ്റീസ് എല്ലാം പേ ഓഫ് ചെയ്യുന്നു. ഇതാണ് ലിക്വിഡേറ്ററിൻ്റെ ജോലി. അപ്പോൾ രണ്ട് ടൈപ്സ് ഓഫ് വൈൻഡിങ് അപ്പ് വരുന്നുണ്ട്. അതിലൊന്നാണ് കമ്പൽസറി വൈൻഡിങ് അപ്പും വോളണ്ടറി വൈൻഡിങ് അപ്പും. അതിലാദ്യം കമ്പൽസറി വൈൻഡിങ് അപ്പ് എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പനി അടച്ചുപൂട്ടണമെന്ന് കമ്പൽസറി ആയിട്ട് ട്രൈബ്യൂണൽ പറയുന്നു. അതാണ് കമ്പൽസറി വൈൻഡിങ് അപ്പിൽ വരുന്നത്. അപ്പോൾ ഈ ട്രൈബ്യൂണൽ ഒരു കമ്പനിയോട് വെറുതെ അടച്ചുപൂട്ടാൻ പറയില്ല, അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാണ് നമുക്ക് അടുത്ത് നോക്കാം. സർക്കംസ്റ്റൻസസ് വെയർ കമ്പനി വോണ്ടഡ് ബൈ ട്രൈബ്യൂണൽ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒരു ട്രൈബ്യൂണൽ കമ്പനീനെ അടച്ചുപൂട്ടാൻ പറയും? അതിലൊന്നാമത്തേതാണ് കമ്പനി ഇറ്റ്സെൽഫ് വാണ്ട് ടു ലിക്വിഡേറ്റ് ബൈ ട്രൈബ്യൂണൽ. അതായത് കമ്പനിക്ക് തന്നെ കമ്പനി ട്രൈബ്യൂണൽ വഴി ലിക്വിഡേറ്റ് ചെയ്യണമെന്നുള്ളപ്പോൾ ഇത് ചെയ്യും. പിന്നെ രണ്ടാമത് കമ്പനി ഈസ് ആക്ടിങ് അഗെയിൻസ്റ്റ് ഇന്ത്യ. ഇന്ത്യക്കെതിരെയായിട്ട് കമ്പനി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ട്രൈബ്യൂണൽക്ക് ഇത് നിർത്താൻ പറയാം. പിന്നെ മൂന്നാമത്തത് കമ്പനി ഹാസ് കണ്ടക്റ്റഡ് ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ്. എന്തെങ്കിലും ഫ്രോഡൊക്കെ കമ്പനിയിൽ കാണിച്ചത് അത് ട്രൈബ്യൂണലിൻ്റെ ഇതിൽ വന്നാൽ ട്രൈബ്യൂണൽ തന്നെ ഇത് അടച്ചുപൂട്ടാൻ പറയുന്നു. പിന്നെ അടുത്തതാണ് ഡീഫോൾട്ട് ഇൻ ഫയലിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ആനുവൽ റിട്ടേൺസ് ഫോർ 5 years. ഇപ്പോൾ 5 വർഷമായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മര്യാദക്കൊന്നും പ്രിപ്പയർ ചെയ്ത് ഫയൽ ചെയ്തില്ലെങ്കിൽ ഈ ട്രൈബ്യൂണലിനെ അടച്ചുപൂട്ടാൻ പറയാം. പിന്നെ ലാസ്റ്റത്താണ് വൈൻഡിങ് അപ്പോൺ ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ഗ്രൗണ്ട്സ് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ട്രൈബ്യൂണൽ. ഇപ്പോൾ ട്രൈബ്യൂണൽ എന്തെങ്കിലും കണ്ടിട്ട് ഇഷ്ടപ്പെടാണ്ടായാലും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ട്രൈബ്യൂണൽ തന്നെ കമ്പൽസറി ആയിട്ട് ഇത് വൈൻഡ് അപ്പ് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നു. അതാണ് അഞ്ചാമത്തെ കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് കമ്പൽസറി വൈൻഡിങ് അപ്പിൽ വരുന്നത്. അടുത്തതാണ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. വോളണ്ടറി വൈൻഡിങ് അപ്പിൽ കമ്പനി സ്വയം തന്നെ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. അതായത് ഇപ്പോൾ കമ്പനിക്ക് ലയബിലിറ്റീസ് ഒന്നും പേ ഓഫ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അതൊക്കെ മനസ്സിലായിട്ട് ക്രെഡിറ്റേഴ്സൊക്കെ പറഞ്ഞത് കാരണം ചിലപ്പോൾ നമുക്ക് വോളണ്ടറി ആയിട്ട് തന്നെ സ്വയം ഈ കമ്പനി നിർത്തുകയാണെന്ന് തീരുമാനിക്കാം. അതാണ് വോളണ്ടറി വൈൻഡിങ് അപ്പിൽ വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ലിക്വിഡേഷൻ ചെയ്യണ പ്രൊസീജിയറാണ്. അതാണ് ലിക്വിഡേറ്റേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്. അതിൽ റെസീപ്റ്റ് സൈഡും പേയ്മെൻറ്റ് സൈഡും ആണ് ഉള്ളത്. അതിൽ റെസീപ്റ്റ് സൈഡിൽ നമ്മുടെ കമ്പനി വിൽക്കണ അസറ്റുകളും കാര്യങ്ങളും എല്ലാം വിറ്റ് ക്യാഷ് ആക്കണതാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ, അതായത് റെസീപ്റ്റ് ആയിട്ട് എഴുതണത്. പേയ്മെൻറ്റിൽ നമ്മൾ കൊടുത്തു തീർക്കണ ലൈബിലിറ്റികളും കാര്യങ്ങളെല്ലാം നമ്മൾ പേയ്മെൻറ്റ് സൈഡിൽ എഴുതും. അപ്പോൾ ആദ്യം നമുക്ക് റെസീപ്റ്റ് സൈഡ് നോക്കാം. അതിൽ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും അതെല്ലാം നമ്മൾ ആദ്യം തന്നെ എഴുതണം. ഈ പ്രൊസീജിയറിൽ ആ ഒരു ഓർഡർ ആയിട്ട് വേണം എല്ലാം എഴുതാൻ. അപ്പോൾ ആദ്യം ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും, കയ്യിലുള്ള ക്യാഷും ബാങ്കിലുള്ള ക്യാഷ് എല്ലാം ആദ്യം എഴുതും. പിന്നെ അസറ്റ് റിയലൈസ്ഡ്, നമ്മുടെ കമ്പനിയിലുള്ള അസറ്റ് എല്ലാം നമ്മൾ വിറ്റ് ക്യാഷ് ആക്കണതാണ് അടുത്തത് എഴുതുന്നത്. അതിൽ ആദ്യത്തെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി. പിന്നെ അടുത്തതാണ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് എന്നൊക്കെ പറയുമ്പോൾ ട്രേഡ് റിസീവബിൾസ്, സ്റ്റോക്സ്, ഇൻവെൻട്രീസ് അതെല്ലാം നമ്മൾ കറണ്ട് അസറ്റിൽ എഴുതും. പിന്നെ അടുത്തതാണ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് പറഞ്ഞാൽ കമ്പനി മറ്റുള്ളവർക്ക് കൊടുക്കണ ലോൺസും അഡ്വാൻസസ് ഒക്കെ, ലോണുകളൊക്കെ തിരിച്ചു വാങ്ങിച്ചിട്ട് അതെല്ലാം നമ്മൾ റെസീപ്റ്റ് സൈഡിൽ എഴുതും. പിന്നെ അടുത്തത് ഫിക്സഡ് അസറ്റ്. കമ്പനിയുടെ കൈവശമുള്ള അസറ്റുകളെല്ലാം വിറ്റിട്ട് അതിൻ്റെ എമൗണ്ട് എഴുതുന്നതാണ് ഇവിടെ. അടുത്തതാണ് സർപ്ലസ് ഫ്രം സെക്യൂരിറ്റീസ്. സർപ്ലസ് ഫ്രം സെക്യൂരിറ്റീസിൽ അസറ്റ് റിയലൈസ്ഡ്, സെക്യൂർ ക്രെഡിറ്ററും ഉണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ സെക്യൂർ ക്രെഡിറ്റർ, ഈ ക്രെഡിറ്റർ എന്താ റെസീപ്റ്റ് സൈഡിൽ വന്നേക്കണേന്ന്. അതായത് നമുക്ക് പൈസ കൊടുക്കാനുള്ളവരാണല്ലോ
ക്രെഡിറ്റേഴ്സ്. അതെന്തിനാണ് റെസീപ്റ്റ് സൈഡിൽ വന്നതെന്ന്. അവിടെയാണ് നമുക്ക് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത്. അത് ഞാൻ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. അതായത് സപ്പോസ് ഒരു കമ്പനിയിൽ എപ്പോഴെങ്കിലും ലോൺ എടുക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരു 1,00,000 രൂപയുടെ ലോൺ. ഇതിനായിട്ട് ബാങ്കിൽ പോയപ്പോൾ ഇതിന് ഈടായിട്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ ഒരു 2,00,000 രൂപ റീസെയിൽ വാല്യൂ ഉള്ള ഒരു ബിൽഡിങ് വെച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ലിക്വിഡേഷൻ്റെ സമയത്ത് പൈസ തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് തന്നെ ബാങ്കുകാർ ഈ ബിൽഡിങ് വിൽക്കും. ഈ ബിൽഡിങ്ങിന് 2,00,000 രൂപയാണല്ലോ. അപ്പോൾ ഈ 2,00,000 രൂപ വിറ്റിട്ട് കിട്ടണതിൽ നിന്ന് 1,00,000 രൂപ നമ്മുടെ ലോൺ എടുത്തതിൻ്റെ പൈസ അവരെടുക്കും. അതും ഇൻട്രസ്റ്റോടെ 1,00,000 രൂപ എടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ ബാക്കി തന്നെ 1,00,000 രൂപയില്ലേ. അതായത് വിറ്റത് 2,00,000 രൂപക്കും ലോൺ അവർക്ക് എടുക്കാനുള്ളത് 1,00,000 രൂപയാണ്. അപ്പോൾ ആ 2,00,000ത്തിൽ നിന്ന് 1,00,000 മൈനസ് ചെയ്ത് ബാക്കി 1,00,000 വന്നത് നമുക്ക് തിരിച്ചു തരും. ആ തിരിച്ച് തന്നെ പൈസ ആയതുകൊണ്ട് നമുക്ക് കിട്ടണ പൈസ ആയതുകൊണ്ടാണ് നമ്മൾ റെസീപ്റ്റ് സൈഡിൽ എഴുതണത്. ഇനി വേറൊരു കാര്യം, ഇതിൽ 3 കേസസ് വരാം. അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതാണ് ആ 3 കേസസ്. നമുക്ക് ആദ്യത്തെ നോക്കാം. അസറ്റ് റിയലൈസ്ഡ് 1,00,000. അതായത് നമ്മൾ 75,000 രൂപയ്ക്ക് ലോൺ എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ അസറ്റ് വെച്ചത്, സെക്യൂരിറ്റി ആയിട്ട് അസറ്റ് വെച്ചത് 1,00,000 രൂപയുടെ ആയിരുന്നു. അപ്പോൾ അത് അസറ്റ് റിയലൈസ് ചെയ്തപ്പോൾ 1,00,000 രൂപ കിട്ടി. അതിൽ നിന്ന് ആ ബാങ്കുകാർ 75,000 രൂപ എടുത്ത് ആ ലോൺ എമൗണ്ട് എടുത്താണ്ട് ബാക്കി 25,000 കിട്ടൂലേ. ആ 25,000 നമ്മൾ ഇവിടെ കാണിക്കും. ഇവിടെ എന്താണ് അസറ്റ് റിയലൈസ്ഡ് ചെയ്യുന്ന ആ 1,00,000ത്തിൽ നിന്ന് സെക്യൂർ ക്രെഡിറ്റേഴ്സ് അവരുടെ ആ പൈസ 75,000 രൂപ എടുത്തിട്ട് ബാക്കി വന്ന് 25,000 നമ്മൾ ഇവിടെ കാണിക്കും. ഇതാണ് ഫസ്റ്റ് കേസ്. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. സെക്കൻഡ് കേസിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ അസറ്റ് റിയലൈസ്ഡ് 1,00,000, സെക്യൂർ ക്രെഡിറ്റേഴ്സ് 1,00,000. അതായത് ആ ബിൽഡിങ്ങിൻ്റെ വില 1,00,000, ആ ലോൺ എടുത്ത എമൗണ്ട് 1,00,000. അപ്പോൾ ഈക്വൽ ആണല്ലോ, ഒന്നും ബാക്കി മന്നില്ല, ഡെഫിഷ്യൻ്റ് ആയിട്ട് മന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഇവിടെ എഴുതേ വേണ്ട. ഇത് നമുക്ക് ഈ സെക്യൂർ ക്രെഡിറ്റേഴ്സ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടാവും. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതാണ് സെക്കൻഡ് കേസ്. ഇനി വന്നത് മൂന്നാമത്തെ കേസിൽ അസറ്റ് റിയലൈസ്ഡ് 1,00,000, ആ ബിൽഡിങ് വെച്ചത് 1,00,000, നമുക്കിപ്പോൾ കട കൊടുത്തേക്കണത് ഒരു 2,00,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ഈ 1,00,000 ഡിഡക്റ്റ് ചെയ്താലും ബാക്കി 1,00,000 കൂടി നമുക്ക് അടക്കാൻ വരും. ഈ അടക്കാൻ വന്നത് നമ്മൾ ഈ ഡെബിറ്റ് സൈഡിൽ കാണിക്കൂല, മൈനസ് ആക്കിയൊന്നും കാണിക്കൂല. അതിന് പകരം നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിലാണ് നമ്മൾ കാണിക്കുന്നത്. ഇത് വഴിയെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതാണ് ഈ സർപ്ലസ് ഫ്രം സെക്യൂരിറ്റീസിൻ്റെ കോൺസെപ്റ്റ്. അടുത്തത് എമൗണ്ട് റിസീവ്ഡ് ഫ്രം കോൾസ് ആൻഡ് കോൺട്രിബ്യൂട്ടറീസ് മെയ്ഡ്. കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഷെയർസ് വാങ്ങിയ ആൾക്കാരുണ്ടല്ലോ, ഷെയർ ഹോൾഡേഴ്സും കാര്യങ്ങളും, അവർ ഈ പൈസ കിട്ടാൻ ലയബിളായിരിക്കും. ചില സമയത്ത് ഈ ലിക്വിഡേഷൻ്റെ സമയത്ത് കുറച്ച് ഷെയർ ഹോൾഡേഴ്സ് കുറച്ച് പൈസയും കൂടി തരാനുണ്ടാവും. അതായത് ഫുൾ കോൾസ് വിളിച്ചിട്ടുണ്ടാവില്ല. അപ്പം എമൗണ്ട് റിസീവ്ഡ് ഫ്രം കോൾസ് ഓൺ കോൺട്രിബ്യൂട്ടറീസ് മെയ്ഡ്. കോൺട്രിബ്യൂട്ടറീസിൻ്റെ ഇന്ന് അവസാന സമയത്ത് കോൾസ് വിളിക്കും, പൈസ വാങ്ങിക്കും, കുറച്ച് പൈസ ബാക്കി തരാനുള്ളത്. അത് വാങ്ങണതാണ് നമ്മൾ ലാസ്റ്റ് റെസീപ്റ്റ് സൈഡിലായിട്ട് എഴുതണത്. ഇനി നമുക്ക് പേയ്മെൻറ്റ് സൈഡിലോട്ട് വരാം. പേയ്മെൻറ്റ് സൈഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഫോർമാറ്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇത് അതേ ഓർഡറിൽ വേണം നമ്മൾ ഇതിൽ എഴുതാൻ. അതാണ് ഈ ലിക്വിഡേറ്റർ സ്റ്റേറ്റ്മെൻറ്റിലാകെ പഠിക്കേണ്ട ഒരു കാര്യം. അത് പക്ഷേ സിമ്പിളാണ്, അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തത് ലീഗൽ ചാർജസ് ആണ്. ഈ ലീഗൽ ചാർജസ് എന്ന് പറഞ്ഞാൽ ഈ ലിക്വിഡേഷൻ ചെയ്യേണ്ട സമയത്ത് അല്ലറ ചില്ലറ ചാർജസ് ഒക്കെ വരും. അതായത് കോർട്ട് ട്രൈബ്യൂണലിൻ്റെ അവിടെ ചെല്ലുമ്പോൾ ഇത് ചെയ്യാനുള്ള പൈസയോ അങ്ങനത്തെ ലീഗലായിട്ടുള്ള ചാർജസ് വരും. അതിനാണ് ഇവിടെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. നമ്മൾ ഈ അസറ്റ് എല്ലാം വിറ്റിട്ട് ആ കിട്ടുന്ന പൈസയെന്ന് ആദ്യം നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എഴുതേണ്ടതാണ് ലീഗൽ ചാർജസ്. അപ്പോൾ ലീഗൽ ചാർജസ് എഴുതുക. രണ്ടാമത്തെ പ്രിഫറൻസ് ആയിട്ട് വരുന്നതാണ് ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ. നമ്മൾ ഈ പറഞ്ഞ ലിക്വിഡേറ്റേഴ്സ് ഉണ്ടല്ലോ, ഈ ലിക്വിഡേറ്റേഴ്സ് ഇത്രയും കാര്യങ്ങൾ ചെയ്യണത് വെറുതെ ചെയ്ത് തരൂലല്ലോ, അവർക്ക് സർവീസായിട്ടൊന്നുമല്ല ചെയ്യണത്. അത് കാരണം ഇവർക്കൊരു ലിക്വിഡേറ്റർ റെമ്യൂണറേഷൻ കൊടുക്കണം. നമ്മൾ ഇത് ചെയ്യണേന് ഇവർക്കൊരു പൈസ കൊടുക്കണം. ആ പൈസയാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. അതായത് ഇവിടെ ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ എഴുതണം. ഇതാണ് അപ്പോൾ സെക്കൻഡ് പ്രിഫറൻസ് ആയിട്ട് വരുന്നത്, പേ ചെയ്യേണ്ടത്. അടുത്തതാണ് ലിക്വിഡേഷൻ എക്സ്പെൻസ്. ഈ ലിക്വിഡേഷൻ ചെയ്യാൻ നേരത്ത് പല എക്സ്പെൻസുകൾ വരും. ആ എക്സ്പെൻസുകളെല്ലാമാണ് നമ്മൾ
പേയ്മെൻറ്റ് സൈഡിൽ മൂന്നാമതായിട്ട് ലിക്വിഡേഷൻ എക്സ്പെൻസിൽ എഴുതേണ്ടത്. ഇത് ചിലപ്പോൾ മിക്കപ്പോഴും ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടാവും ലിക്വിഡേഷൻ എക്സ്പെൻസ് എന്ന്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇവിടെ ഒന്ന് എഴുതിയാൽ മാത്രം മതി. പിന്നെ അടുത്തതാണ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ്. ഡിബെഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇത് നമ്മൾ കടമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം അത് നാലാമതായിട്ട് ഇതിൽ വരും. ഈ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അടക്കുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റും കൂടി തന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വേണം ഇത് പേ ഓഫ് ചെയ്യാൻ. അതാണ് അപ്പം നാലാമത് വന്നത്. അടുത്തതാണ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിൽ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഇതാണ് വേറൊരു കോൺസെപ്റ്റ്. ഈ ക്രെഡിറ്റേഴ്സിൽ തന്നെ ഈ രണ്ട് പേരിൽ ആദ്യം കൊടുക്കേണ്ടത് ആരാ? പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിനാണ് ആദ്യം കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കും നമ്മൾ. അപ്പോൾ ആദ്യം പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. അതിൽ വന്നതൊക്കെയാണ് ഇവർ. ഈ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഇതിൽ ഇൻക്ലൂഡാണ് ഗവൺമെൻറ് ടാക്സസ്. അതെന്ന് പറഞ്ഞാൽ പ്രിസീഡിങ് 12 മന്ത്സ് ഈ കൂടുതൽ ഇതുവരെ കൊടുക്കാത്ത ടാക്സുകളൊക്കെ ഗവൺമെൻറ് ടാക്സ് അതൊക്കെ ഈ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൽ വരും. പിന്നെ എക്സ്പെൻസസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഇതൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാലും ഈ എക്സ്പെൻസുകളൊക്കെ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൽ എഴുതണം നമ്മൾ. പിന്നെ ഹോളിഡേ റെമ്യൂണറേഷൻ, പിന്നെ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട്. ഈ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്റ്റൊക്കെ മിക്ക ക്വസ്റ്റ്യനിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്, അവർ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പ്രിഫറൻഷ്യൽ ക്രെഡിറ്ററിൽ ഇത് ആഡ് ആക്കിയിട്ട് അവിടെ എഴുതിയാൽ മതി. പിന്നെ അടുത്തതാണ് PF പ്രൊവിഡൻറ്റ് ഫണ്ട്, പെൻഷൻ ഫണ്ട്, ഗ്രാറ്റുവിറ്റി ഫണ്ട്. ഇതൊക്കെ നമ്മൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് അവിടെ എഴുതുക. പിന്നെ സാലറി വേജസ് വിത്തിൻ ലിമിറ്റ്. ഈ കോൺസെപ്റ്റ് കൂടുതൽ നമുക്ക് BCom ഹയർ ലെവലിലാണ് ചോദിക്കുന്നത്. BCom ലെവലിൽ ചോദിക്കാൻ സാധ്യതയില്ല, BCom MCom ഒക്കെ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇപ്പോൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൽ വരുന്നത്. അപ്പം ഈ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആദ്യം എഴുതി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എഴുതേണ്ടതാണ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബാക്കി വന്ന എമൗണ്ട്, അതായത് ഇപ്പം എന്തെങ്കിലും ഡെഫിഷ്യൻ്റ് ആണ് ഇനി കൊടുക്കാനുണ്ട്, അപ്പം ആ കൊടുക്കാൻ ഉള്ള എമൗണ്ട് വന്നതാണ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിലൊക്കെ. അതൊക്കെ പ്രോബ്ലം വരുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പം പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് ആദ്യം കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് വേണം അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാൻ. അപ്പം അത് പിന്നെ വന്നതാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അറിയാമല്ലോ, ലാസ്റ്റിന് മുമ്പത്തെ ആയിട്ടെന്നൊക്കെ പറയാം. പ്രിഫറൻഷ്യൽ ഹോൾഡേഴ്സിന് നമ്മൾ പൈസ കൊടുക്കും. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് പൈസ കൊടുക്കണമല്ലോ, ഇവർക്കൊക്കെ കൊടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം. അപ്പം അതാണ് ഇനി അടുത്തത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ക്യാപിറ്റൽ എത്രയാണെന്ന് നോക്കിയിട്ട്, പിന്നെ ഡിവിഡൻഡ് അരിയേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അത് ക്വസ്റ്റ്യൻ നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ് അടുത്ത് എഴുതേണ്ടത്. പിന്നെ ലാസ്റ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അറിയാമല്ലോ, അവർക്കായിരിക്കും ആദ്യം പ്രിഫറൻസ് കിട്ടണത്. അപ്പോൾ ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ലിക്വിഡേറ്റേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ടിങ്ങിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഈ പ്രൊസീജിയർ കറക്റ്റായിട്ട് പഠിച്ചാൽ നമുക്ക് പ്രോബ്ലംസൊക്കെ മിക്കതും സിമ്പിളായിട്ട് തന്നെ ചെയ്യാമെന്നുള്ളത്. കണ്ട ഈ ലീഗൽ ചാർജസ്, ലിക്വിഡേഷൻ റെമ്യൂണറേഷൻ, ഇതിൻ്റെ ഒക്കെ ഓർഡർ ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പ്രോബ്ലംസ് ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.